Vector is a directed line segment which has both magnitude and direction. The next point is the modulus of a vector AB. The modulus of a vector AB is denoted as the modulus of vector. The modulus of vector AB is denoted as ഇതേപോലെ രണ്ട് വരയിട്ട് ദർ ഇസ് മോഡുലസ് എ ബി വെക്ടർ. ഇതാണ് മോഡുലസ് ഓഫ് വെക്ടർ എ ബി ഇസ് ഡിനോട്ട് ആസ് മോഡുലസ് ഓഫ് എ ബി. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ബി വെക്ടർ ഈസ് ഈക്വൽ ടു, ഇഫ് എ ബി വെക്ടർ എന്ന് പറയുന്ന എ വെക്ടർ ആണെങ്കിൽ ദെൻ മോഡുലസ് ഓഫ് എ ബി വെക്ടർ എന്ന് പറഞ്ഞാൽ which is equal to modulus of a vector, which is equal to modulus of a vector. ഇതാണ് മോഡുലസ് എന്ന് പറയും. ഇനി സെക്കൻഡ് പോയിന്റ്, what is the negative of AB vector? The negative of AB vector is equal to BA vector. That is the next point. That is negative of AB vector which is equal to BA vector എന്ന് പറഞ്ഞാൽ മതി. അവിടെ മൈനസ് ഒന്നും കൊടുക്കണ്ട, BA vector എന്ന് പറഞ്ഞാൽ. The next point is that is triangle of addition. കേട്ടിട്ടുണ്ട്? ട്രയാങ്കിൾ ഓഫ് അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് കേട്ടിട്ടുള്ളതാണ്. ട്രയാങ്കിൾ ഓഫ് അഡിഷൻ. ട്രയാങ്കിൾ ഓഫ് അഡിഷൻ. അപ്പോൾ ട്രയാങ്കിൾ ഓഫ് അഡിഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇവിടെ എ ആയി, ഇത് ബി ആയി, ഇത് വെക്ടർ എ, അതുപോലെ ബി ഇത് സിയിലേക്ക്, ദാറ്റ് ഈസ് വെക്ടർ ബി, തന്നെ എയും സിയും കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഈ ഡയറക്ഷൻ വന്ന് നേരേക്ക്, ദാറ്റ് ഈസ് സി, ദാറ്റ് ഈസ് എ ബി പ്ലസ് ബി സി സി. അപ്പം നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ എ ബി വെക്ടർ ഡയറക്ഷൻ കണ്ട എ ബി, അടുത്ത ബി സി, അടുത്ത പറഞ്ഞ എ സി ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഓഫ് അഡിഷൻ ദാറ്റ് ഈസ് എ ബി, എ മുതൽ ബി, അടുത്ത ബിയിൽ നിന്ന് സിയിലേക്ക്, അടുത്ത എയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പോൾ അതാണ് പറയുന്നത് ദാറ്റ് ഈസ് എ ബി വെക്ടർ പ്ലസ് ബി സി വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ പറയുന്നത് എ സി വെക്ടർ. ഇതിപ്പുറത്ത് കൊണ്ടുവന്ന് നമുക്ക് ഒരുതായിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഒരു റിസൾട്ടായിട്ട് പഠിക്കാം. ദാറ്റ് ഈസ് എ ബി വെക്ടർ പ്ലസ് ബി സി വെക്ടർ പ്ലസ് സി എ വെക്ടർ which is equal to 0. That is AB vector plus BC vector plus CA vector is equal to 0. പിന്നെ പാരലോഗ്രാം ഫോർ അഡിഷൻ ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ the unit vector, the next point, the unit vector along a vector, that is unit vector. Next point is unit vector along a vector. Along a vector is, you have to simplify as that is a cap. A cap എന്ന് പറയാം. A cap is equal to a vector divided by modulus of a vector. That is the unit vector along a vector is a cap is equal to a vector divided by modulus of a vector. The next is the position vector of the point. The next point is the position vector of a point P of x comma y comma z. The next point is the position vector of a point P of x comma y comma z with respect to the origin. അവിടെ with respect to the origin അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. with respect to origin. with respect to origin is OP vector. Is OP vector. That is a position vector of a point. The position vector of a point P of x comma y comma z with respect to the origin is written as OP vector. That is OP vector. Then
അടുത്ത ഫോർ എക്സാമ്പിൾ ഇൻ വെക്റ്റർ കോമ്പണന്റ് ഫോം. ഇൻ വെക്റ്ററിൽ പറയുമ്പോൾ ഇൻ വെക്റ്റർ കോമ്പണന്റ് ഫോമിൽ പറയാം. കോമ്പണന്റ് ഫോം ഇൻ വെക്റ്റർ കോമ്പണന്റ് ഫോം. അപ്പോൾ ഇൻ വെക്റ്റർ കോമ്പണന്റ് ഫോമിൽ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒ പി വെക്റ്റർ ഈസ് ഈക്വൽ ടു എക്സ് ഐ വെക്റ്റർ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണെന്ന് വിചാരിച്ചു. ഇതാണ് ഒ പി വെക്റ്റർ. ഈ ഒ പി വെക്റ്ററിൻ്റെ മോഡുലസ് എഴുതാൻ പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഒ പി വെക്റ്റർ, മോഡുലസ് ഓഫ് എ പി വെക്റ്റർ പറഞ്ഞാൽ ദാറ്റ് ഈസ് യു ഹാവ് ടു ടേക്ക് ദ സ്ക്വയർ റൂട്ട് ഓഫ് ഐയുടെ കോഫിഷ്യന്റ് സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് ഒ പി വെക്റ്റർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ ഒ പി വെക്റ്റർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ.